ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വർഷം വമ്പിച്ച നഷ്ടങ്ങൾ രേഖപ്പെടുത്തുകയും ഈ വർഷത്തെ ക്വാർട്ടർലി റിസൾട്ടുകളിൽ ലാഭം രേഖപ്പെടുത്തി തിരിച്ചുവരവിന് ശ്രമിക്കുകയും ചെയ്യുന്ന 3 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ പരാമർശിക്കുന്ന 3 സ്റ്റോക്കുകൾ കഴിഞ്ഞ വർഷം നൽകിയ റിട്ടേൺ നോക്കുക. ഒരു വർഷം കൊണ്ട് 3 ഇരട്ടിയും 4 ഇരട്ടിയും ഒക്കെ റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. മുമ്പത്തെ വർഷത്തെ 4 ക്വാർട്ടറിലെ സെയിൽസും പ്രോഫിറ്റും കറണ്ട് ഇയറിലെ സെയിൽസും പ്രോഫിറ്റുമായി താരതമ്യം ചെയ്തുള്ള സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും നോക്കുക. എല്ലാവരും അത്ഭുതപ്പെടുന്ന നമ്പേഴ്സാണ് നമുക്കവിടെ കാണാൻ കഴിയുക. എന്നാൽ ഇത്രമാത്രം പ്രകടനം നടത്തിയ ഈ സ്റ്റോക്കുകളുടെ പഴയകാല പ്രകടനം നമുക്കൊന്ന് കണ്ണടിച്ച് നോക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ഇനോക്സ് വിൻഡാണ്. ഇനോക്സ് ഗ്രൂപ്പ് എന്ന കോൺഗ്ലോമറേറ്റിൻ്റെ കീഴിലുള്ള കമ്പനിയാണ് ഇനോക്സ് വിൻഡ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വിൻഡ് ടർബൈൻ ജനറേറ്റർ നിർമ്മിച്ച് നൽകുക, അതുപോലെ വിൻഡ് എനർജി നിർമ്മാണ രംഗത്തും അതിൻ്റെ ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് രംഗത്തും A to Z സർവീസ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇനോക്സ് വിൻഡ്. ഈ 2017 ഈ സ്റ്റോക്ക് 427 കോടിയുടെ ഒരു പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം നീണ്ട 7 വർഷങ്ങൾ നഷ്ടങ്ങളുടെ കഥയാണ് ഈ സ്റ്റോക്കിന് പറയാനുള്ളത്. 2018 250 കോടിയുടെ നഷ്ടം, 2019 മാർച്ചിൽ 62 കോടിയുടെ നഷ്ടം, 2020 430 കോടിയുടെ നഷ്ടം, 2021 459 കോടിയുടെ നഷ്ടം, 2022 653 കോടിയുടെ നഷ്ടം, 2023 659 കോടിയുടെ നഷ്ടം, ഈ 2024 49 കോടിയുടെ നഷ്ടം. ഇപ്പോൾ മൊത്തത്തിൽ 7 വർഷത്തെ നീണ്ട നഷ്ടങ്ങളുടെ കണക്കുകളാണ് ഈ സ്റ്റോക്കിന് പറയാനുള്ളത്. എന്നാൽ ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ വർഷം ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. എന്നാൽ ഈ സ്റ്റോക്കിൽ ഈ നഷ്ടങ്ങളിൽ നിന്നും ഒരു മാറ്റം കണ്ടു തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം Q4 മാർച്ച് 23 Q4 റിസൾട്ടിൽ 119 കോടിയുടെ നഷ്ടം രേഖപ്പെടുത്തി. Q1 ജൂൺ ക്വാർട്ടറിൽ 65 കോടിയുടെ നഷ്ടം, അതുപോലെ സെപ്റ്റംബർ ക്വാർട്ടറിൽ 27 കോടിയുടെ നഷ്ടം. എന്നാൽ ഡിസംബർ ക്വാർട്ടറിൽ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2 കോടിയുടെ ലാഭം ഈ സ്റ്റോക്ക് ഉണ്ടാക്കി. ഒടുവിലത്തെ Q4 ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് റിസൾട്ടിൽ 37 കോടിയുടെ ലാഭവും ഈ സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചുവരവിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് അത്ര സ്ട്രോങ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ ROCE 4.25% ആണ്. ROE ആണെങ്കിൽ -1.71% ആണ്. വളരെ വീക്കായിട്ടുള്ള ഒരു ROCയും ROE ആണ് നമുക്കിവിടെ കാണാൻ കഴിയുക. 1062 കോടിയിൽ നിന്ന് 3248 കോടിയായിട്ട് ഈ കമ്പനിയുടെ കടം ഉയർന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയും. ഈ കമ്പനിയുടെ റിസർവ് ആണെങ്കിൽ 1782 നിന്ന് 1371 കുറഞ്ഞതായിട്ടും കാണാൻ കഴിയും. ഇപ്പോൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഒരു 1.91 എന്നുള്ള കുറച്ച് ഹൈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അത്യാവശ്യം കടം ഈ കമ്പനിക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 72% നിന്ന് 52% കുറഞ്ഞത് കാണാം. ഏകദേശം 20% കുറവ് കഴിഞ്ഞ ക്വാർട്ടറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഒരു റിസ്കി സ്റ്റോക്കായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എൻട്രി എടുക്കുന്നവർ കൃത്യമായൊരു സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ട് വെക്കണമെന്നാണ് പറയാനുള്ളത്. 519 എന്നുള്ളൊരു സപ്പോർട്ട് ലെവലാണ്. ഇതിൻ്റെ ടെക്നിക്കൽ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 428 അടുത്ത സപ്പോർട്ട്. അതിന് താഴെ പോയി കഴിഞ്ഞാൽ വൻ വീഴ്ചയായിരിക്കും ഈ സ്റ്റോക്കിൽ വരിക. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു സ്റ്റോപ്പ് ലോസിലൂടെ ഒരു ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്ക് മാത്രമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുക. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ സോളാർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. സോളാർ റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിൽ എൻഡ് ടു എൻഡ് സൊല്യൂഷൻ നൽകുന്ന സോളാർ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് കൺസ്ട്രക്ഷൻ പ്രൊവൈഡർ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ. ഗ്ലോബലി ഈ കമ്പനി ഓപ്പറേഷൻ മെയിൻ്റനൻസ് രംഗത്ത് പ്രത്യേകിച്ച് സോളാർ പ്രൊജക്റ്റുകളിൽ വലിയ സർവീസ് നൽകുന്ന കമ്പനിയാണ്. ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിന് ഈ സ്റ്റോക്കിൽ 32% ഹോൾഡിംഗ് ഉണ്ട് എന്നുള്ളത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ 2020 മാർച്ചിൽ ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് 304 കോടി ഒരു പ്രോഫിറ്റ് ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ 2021 മാർച്ചിൽ 290 കോടിയുടെ നഷ്ടം, 2022 916 കോടിയുടെ നഷ്ടം, 2023 1175 കോടിയുടെ വമ്പൻ നഷ്ടം.
ഈ 2024 211 കോടിയുടെ നഷ്ടവും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു നഷ്ടത്തിൻ്റെ കണക്കുകളിൽ കഴിഞ്ഞ കൊല്ലമാണ് മാറ്റം വരാൻ തുടങ്ങിയത്. ആ മാറ്റം നമ്മൾ മനസ്സിലാക്കാൻ കഴിയും ക്വാർട്ടർലി റിസൾട്ടുകളിൽ മാർച്ചിൽ വന്ന കഴിഞ്ഞ 2023 മാർച്ചിൽ വന്ന റിസൾട്ടിൽ 421 കോടിയുടെ നഷ്ടം ഉണ്ടായ സ്ഥാനത്ത് നിന്ന് അത് കുറഞ്ഞു വന്നതായി കാണാം. ജൂൺ ക്വാർട്ടറിൽ അത് 95 കോടിയുടെ നഷ്ടമായി ചുരുങ്ങി. അതുപോലെ സെപ്റ്റംബർ ക്വാർട്ടറിൽ 54 കോടിയുടെ നഷ്ടമായി ചുരുങ്ങി. ഡിസംബർ ക്വാർട്ടറിൽ അത് 62 കോടിയായിട്ട് കുറഞ്ഞു. ഏറ്റവും ഒടുവിലെ ലേറ്റസ്റ്റ് ഈ Q4 റിസൾട്ടിൽ അത് നഷ്ടമെല്ലാം മാറ്റി ഇപ്പോൾ 1,40,00,000 ലാഭമാണ് രേഖപ്പെടുത്തിയത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തിരിച്ചുവരവിൻ്റെ ഒരു ലക്ഷണങ്ങൾ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു കമ്പനിയായി എന്നിട്ടും ഈ കമ്പനി മാറിയിട്ടില്ല. ROCE 2.83% ആണ്. ROE ആണെങ്കിൽ ഇപ്പോഴും നെഗറ്റീവാണ്, 56.7% ആണ്. കമ്പനിയുടെ ബോറോയിങ്സ് 516 ക്യാഷ് റിസർവ് പക്ഷേ 946 ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.53 ആണ്. ഇത് തികച്ചും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്. ഒരു കടം കൊണ്ട് വലയുന്ന ഒരു കമ്പനിയല്ല എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഈ കമ്പനിയിൽ ഒരു അപകടം പതിയിരിക്കുന്നത് ഇതിൻ്റെ പ്ലഡ്ജ്ഡ് പെർസെൻറ്റേജാണ്. 37.2% സ്റ്റോക്കുകൾ പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജ് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണ്. കൂടാതെ കഴിഞ്ഞ ക്വാർട്ടറുകളിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് 72% നിന്ന് 52% കുറഞ്ഞതായി കാണാം. അപ്പോൾ 20% കുറവ് ഈ സ്റ്റോക്കിലും സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസിലും ചില റിസ്ക് ഫാക്ടറുകൾ ഉണ്ടെങ്കിലും ഈ സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് നീങ്ങുകയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഹൈയിലേക്ക്, അതായത് 756 എന്നുള്ള ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ അതൊരു മൾട്ടി ഇയർ ബ്രേക്കൗട്ട് നടക്കുമോ എന്നൊരു സംശയമാണ് ഈ സ്റ്റോക്കിലുള്ളത്. കാരണം അത് 756 ഓൾ ടൈം ഹൈ ആണ്. അത് ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. സ്റ്റോക്കിന് നല്ല വോളിയം ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എൻട്രി എടുക്കുമ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് നിർബന്ധമാണ്, ടാർഗറ്റ് നിർബന്ധമാണ്. കാരണം നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് നടന്നാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 652 ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. അടുത്ത സ്റ്റോക്ക് IFCI എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ്. ലോങ് ടേം ഇൻഡസ്ട്രിയൽ സെക്ടറുകൾക്ക് ലോങ് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. 1948 രൂപ കൊണ്ട് ഈ ഒരു കമ്പനി എയർപോർട്ട്, റോഡ്സ്, ടെലികോം, പവർ, റിയൽ എസ്റ്റേറ്റ്, മാനുഫാക്ചറിങ്, സർവീസ് സെക്ടർ തുടങ്ങി പലവിധ ഇൻഡസ്ട്രിയൽ സെക്ടറുകളിലും ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്. 2018 ഈ കമ്പനി 418 കോടിയുടെ ലാഭം ഉണ്ടാക്കിയതിന് ശേഷം 2019 മുതൽ നഷ്ടത്തിൻ്റെ കഥകളാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുക. 5 വർഷത്തെ നഷ്ടത്തിൻ്റെ കഥകൾ കാണാൻ കഴിയും. 476 കോടിയുടെ നഷ്ടം 2019, 2020 223 കോടിയുടെ നഷ്ടം, 2021 1912 കോടിയുടെ നഷ്ടം, 2022 1961 കോടിയുടെ നഷ്ടം, 2023 120 കോടിയുടെ നഷ്ടം. എന്നാൽ 2024 241 കോടിയുടെ ലാഭം. ഇതൊരു വമ്പിച്ച ഒരു പെർഫോമൻസാണ് ഈ കഴിഞ്ഞ ഒരു വർഷം നടത്തിയതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു നഷ്ടക്കണക്കിന് മാറ്റം വന്നത് കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ ഒരു 129 കോടിയുടെ നഷ്ടം രേഖപ്പെടുത്തിയ ശേഷം സെപ്റ്റംബർ ക്വാർട്ടറിൽ 174 കോടിയുടെ ലാഭവും, അതുപോലെ ഡിസംബർ ക്വാർട്ടറിൽ 39 കോടിയുടെ ലാഭവും, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ലേറ്റസ്റ്റ് ഈ മാർച്ച് ക്വാർട്ടറിലുള്ള റിസൾട്ട് പ്രകാരം 157 കോടിയുടെ ലാഭവും ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയായിട്ട് കാണാം. ഇപ്പോൾ ഫണ്ടമെൻ്റൽസിൽ ROCയും ROEയും നേരത്തെ പറഞ്ഞ മറ്റ് 2 സ്റ്റോക്കുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബെറ്ററാണ്. കാരണം ROCE 10.2 ആണ്, ROE 2.49% ആണ്. എങ്കിലും ഈ 2 സ്റ്റോക്കുകളിൽ മറ്റേ 2 സ്റ്റോക്കുകളിൽ കണ്ട പോലുള്ള ഒരു നെഗറ്റീവ് ROCE നമുക്ക് കാണാൻ കഴിയില്ല. കൂടാതെ ROCE ഒരു ഡബിൾ ഡിജിറ്റ് ആണ് എന്ന് കാണാൻ കഴിയും, 10ൽ കൂടുതലാണ്. അപ്പോൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1.18 ആണ്. പൊതുവേ ഡെപ്റ്റ് ടു ഇക്വിറ്റി 1ൽ കൂടുതലായാൽ അത് നല്ല ഡെപ്റ്റുള്ള കമ്പനിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. എന്നാൽ ഇതൊരു NBFC ആണ്, അതായത് ഡെപ്റ്റ് ഓറിയൻറ്റഡ് കമ്പനിയാണ്. ഇവർ ചെയ്യുന്ന ബിസിനസ് തന്നെ കടം വാങ്ങും കൊടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇവരുടെ പിയർ കമ്പനികളായിട്ടുള്ള ഇപ്പോൾ IRFC, REC, PFC, ഇരേഡ പോലെയുള്ള കമ്പനികളുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 6ന് മുകളിലാണ്. അപ്പോൾ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ IRFC 1.18 മാത്രമാണ്. അപ്പോൾ അതൊരു പാസ് മാർക്ക് നമുക്ക് ഈ സ്റ്റോക്കിന് നൽകാവുന്നതാണ്. മറ്റൊന്ന്, ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 70% മുകളിൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് കാണാം. അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് കഴിഞ്ഞ എല്ലാ ക്വാർട്ടറിലും നിൽക്കുന്നത് കാണാം.
അപ്പോൾ അതും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമാണ്. എന്നാൽ ഈ സ്റ്റോക്കിൽ ഏറ്റവും റിസ്കി ആയി തോന്നുന്നത് അതിൻ്റെ PE റേഷ്യോ ആണ്. പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 24 എന്ന PE ആണ് ഇൻഡസ്ട്രി PE. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 128 എന്നുള്ളൊരു വമ്പൻ ഹിമാലയൻ PE ആണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുക. അപ്പോൾ അത് വലിയൊരു റിസ്ക്കാണ് ഈ സ്റ്റോക്കിൽ. ആ റിസ്ക് ഈ സ്റ്റോക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ഇപ്പോൾ ഈ സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 26% താഴെ വന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ താഴെ വരാനുള്ള കാരണം അതിൻ്റെ ഓവർ വാല്യുവേഷനാണ്. അപ്പോൾ PE റേഷ്യോ 128 പോയി കഴിഞ്ഞാൽ തീർച്ചയായും അത് ഓവർ വാല്യൂഡാണ്. ഇതിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തത് 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 71 52 വീക്ക് ലോ 11 11 രൂപയിൽ നിന്നാണ് 71 ഈ സ്റ്റോക്ക് കുതിച്ചത്. അപ്പോൾ അത് ഒരു വമ്പിച്ച ഒരു ഗ്രോത്ത് ആയിരുന്നു. ഭ്രാന്തമായിട്ട് ജനങ്ങൾ ഈ സ്റ്റോക്കിൽ വല്ലാതെ അക്യുമുലേറ്റ് ചെയ്തിരുന്നു. കാരണം IRFCയും PFCയും പോലെയുള്ള ഗവൺമെൻറ് NBFCകൾ വൻപിച്ച മുന്നേറ്റം നടന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്കിലും ആ രീതിയിലുള്ള ഒരു റാലി നടന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലൊരു കറക്ഷൻ വരാൻ കാരണം. ഇപ്പോൾ ഇത് 53 എന്നുള്ള പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചാർട്ടിലെ ട്രെൻഡ് ലൈൻ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തു പോകുന്ന ഒരു സ്റ്റോക്കാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്ക് അത്രമാത്രം റിസ്കി ആയിട്ടുള്ളൊരു സ്റ്റോക്കല്ല. 50 എന്നുള്ള സപ്പോർട്ട് ലെവൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. അപ്പോൾ ഇതിലൊരു ഫസ്റ്റ് ടാർഗറ്റ് 71 അത് ബ്രേക്ക് ചെയ്താൽ 121 ലക്ഷ്യം വെച്ച് ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കാവുന്നതാണ്. എന്നാൽ ഇതിൻ്റെ PE റേഷ്യോ ഇനിയും താഴോട്ടേക്ക് വരേണ്ടതുണ്ട്. ഒരു 80 എന്നുള്ള PEയിലെങ്കിലും എത്തിയാൽ മാത്രമേ ഒരു നല്ലൊരു എൻട്രി ലെവൽ നമുക്ക് ലോങ് ടേമിലേക്ക് പറയാൻ കഴിയുള്ളൂ. ഷോർട്ട് ടേമിൽ ഇതിലൊരു വയലൻറ്റ് അപ്സൈഡ് മൂവൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സ്റ്റോക്കിൽ ഏത് സമയവും ഒരു പൊട്ടൻഷ്യൽ ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത ഈ സ്റ്റോക്കിലുണ്ട്. ഡു യുവർ ഓൺ സ്റ്റഡി ബിഫോർ എൻട്രിങ് ടു എനി സ്റ്റോക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.